ജലശയനം. ജലത്തിനു മുകളിൽ ആയാസരഹിതമായി എത്ര നേരം വേണമെങ്കിലും കിടക്കാൻ കഴിയും. ഇത് ചെയ്യുവാൻ വേണ്ട മുൻകരുതലുകളിലൊന്ന് നീന്താൻ അറിഞ്ഞിരിക്കണം എന്നതാണ്. നീന്തൽ അറിയാത്തവർക്കും പരിശീലിക്കാം. യോഗ ചെയ്യുമ്പോൾ നാം ഓരോ ആസനത്തിന് ശേഷവും ശവാസനം ചെയ്യണമെന്നുള്ളതാണ് ആചാര്യ നിർദ്ദേശം. ഇത് 2 സത്യങ്ങളെ നമുക്ക് വെളിവാക്കുന്നുണ്ട്. അതിലൊന്ന്, യോഗ എന്ന അഭ്യാസത്തെ വളരെ വലുതായ ശാരീരിക ജോലിയായും അതുപോലെ തന്നെ അതനുഷ്ഠിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മാംസപേശികളുടെയും അവയവഗ്രന്ഥികളുടെയും സങ്കോച വികാസങ്ങളിൽ നിന്നും പൂർണ്ണമായി യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തൽ. 2, എന്തൊക്കെ ചെയ്താലും അവസാനം ശവാസനത്തിലാണ് അവസാനിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ. ഓരോ ക്രിയയുടെയും അവസാനം അത് ചെയ്യുമ്പോൾ നിത്യമായ ശവാസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ലളിതസുന്ദരമായ സത്യവും കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാഷ്ടാംഗ ശയനം ചെയ്യുന്ന വിധം. മുൻപ് പറഞ്ഞത് മുഴുവൻ മലർന്നു കിടന്നുള്ള ആസനങ്ങളാണ്. സാഷ്ടാംഗ ശയനം കമഴ്ന്നു കിടന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. നല്ലവണ്ണം വായു എടുത്ത് കമഴ്ന്ന് സാഷ്ടാംഗം ചെയ്യുന്നതുപോലെ കിടക്കുക. ഇത് അധിക സമയം ചെയ്യാൻ കഴിയില്ല. ശ്രമിക്കുകയും അരുത്. വായു പുറത്തുവിടുന്നതോടുകൂടി വിശ്രമിക്കുക. ഗുണം. സാഷ്ടാംഗ നമസ്കാരത്തിൻ്റെ എല്ലാ ഗുണവും. മറ്റൊന്ന്, മനസ്സിനാണ് ഉന്മേഷം ലഭിക്കുന്നത്. സർവ്വവിധ പാപവും വെടിഞ്ഞ് പുതിയ ജന്മം തേടിയുള്ള യാത്ര, അതും ദിവസവും. എന്താ അതിൻ്റെ ഒരു സുഖം! ജീവജലത്തിനെ ഊറ്റുന്നു പിന്നെ ഭൂമിതൻ